ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഗ്ലൂട്ടത്തൈനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും അറിയാം എന്താണ് ഗ്ലൂട്ടത്തൈൻ. നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആക്കുന്ന ഗ്ലൂട്ടത്തൈൻ പല രീതിക്ക് നമുക്ക് ബ്രൈറ്റൻ അപ്പ് ആക്കാം. നമുക്ക് ഉള്ളിലോട്ട് കഴിച്ചിട്ട് ബ്രൈറ്റൻ അപ്പ് ആക്കാം, പുറമെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാക്കാം, ആൻഡ് ഓൾസോ നമുക്ക് ക്രീംസിലൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഉള്ളിലോട്ട് കഴിക്കുന്നത് നല്ല എഫക്റ്റിംഗ് ആണ്. അതിനെക്കാട്ടി എഫക്റ്റിംഗ് ആണ് ഇഞ്ചക്ട് ചെയ്ത് ഡയറക്റ്റ് ഗ്ലൂട്ടത്തൈൻ എടുക്കുന്നത്. അത് സ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ലല്ലോ. യാ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇസ് സംതിങ് റിലേറ്റഡ് ടു ഗ്ലൂട്ടത്തൈൻ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മറന്നേക്ക, എന്റെ ഹോമിയോ മരുന്നൊക്കെയാണ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത് ഗൈസ്. യാ, അപ്പോ നമ്മള് ചെറുപ്പത്തില് വേറൊരു കളർ ആയിരിക്കുമല്ലോ, നമുക്ക് പിഗ്മെന്റേഷനും ടാനൊക്കെ ആയിട്ട് നമ്മൾ സ്കിന്നൊന്നും കെയർ ചെയ്യാറില്ല. വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സ്കിന്നൊക്കെ കെയർ ചെയ്ത് വരുന്നത്. പല ആളുകളും നമ്മളോട് ചോദിക്കും, സ്കിൻ എങ്ങനെയാണ് ബ്രൈറ്റൻ അപ്പ് ആയത്, പണ്ടത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് എന്താണെന്നൊക്കെ എല്ലാവരും ചോദിക്കുമല്ലേ. സോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗ്ലൂട്ടത്തൈൻ ഓയിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പേര് ഗ്ലൂട്ടത്തൈൻ ഓയിൽ എന്നല്ല, പക്ഷെ ഞാൻ ഇട്ട പേരാണ്. കാരണം അത്രയും 100% വർക്കിംഗ് ആയ ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരുന്നത്. ആക്ച്വലി ഞാൻ ജനിച്ചപ്പോഴേക്ക് എനിക്ക് നല്ല കളർ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. കളർ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ഓടിച്ചാടിയൊക്കെ കളിച്ച് മണ്ണിൽ വീഴുന്നു. ഞാനിവിടെ തോട്ടിലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. മൊത്തത്തില് അലമ്പായിരുന്നു, കുരുത്തക്കേടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓടിക്കളിക്കുന്നു, വെയിൽ കൊള്ളുന്നു, നമ്മളങ്ങനെ സ്കിൻ കെയർ ചെയ്യണം. വീട്ടുകാരാണെങ്കിലും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇപ്പൊ നമ്മൾക്കൊരു മക്കളുണ്ടല്ലേ, എനിക്കൊരു മക്കളുണ്ടായാൽ ഞാൻ പറയും വെയിലത്ത് പോവല്ലേ, ഓടി നിന്ന് വീഴല്ലേ എന്ന് മേ ബി പറയുമായിരിക്കും. പക്ഷേ നമ്മുടെ അമ്മമാര് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ലല്ലോ. അതിപ്പോ എന്റെ മക്കൾ കേൾക്കില്ലായിരിക്കും. സോ വാട്ട് എവർ, നമ്മൾ അപ്പോഴൊന്നും സ്കിൻ കെയറും ചെയ്തിട്ടില്ല, ഹെയർ കെയറും ചെയ്തിട്ടില്ല, ബോഡി കെയറും ചെയ്തിട്ടില്ല. ഓക്കെ, അമ്മമാര് നമ്മൾ ചെറുപ്പത്തിലേക്ക് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് എണ്ണ തേക്കലൊക്കെ കുറവാണ്. നമ്മൾ സ്വന്തമായിട്ട് കുളിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് കാക്കക്കുളി കുളിച്ചിട്ട് വരും അല്ലെ, പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് വരും അല്ലെ. ഇന്ന് നമ്മള് ഒരു ബാത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് എണ്ണ വെച്ച് കുളിക്കാൻ പോവാണ്. യാ, അപ്പൊ ഗ്ലൂട്ടത്തൈൻ ഓയിൽ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് സ്കിന്നിന് ഒരുപാട് ബ്രൈറ്റനിങ് ആക്കുന്നത്, അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ്, വ്രിങ്കിൾസ് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ കളർ തന്നെ മാറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ്. ഇതിന്റെ മെയിൻ പാർട്ട് ഇത് കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. ഇതിന് ഏജ് ഇല്ല. ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇനി ഒരുപാട് പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് വലിപ്പിച്ച് പ്രൊഡക്റ്റ് ലാസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ പ്രൊഡക്റ്റിനെ പറ്റി പറയാം. ഇതാണ് നാൽപ്പാമരാതി വെളിച്ചെണ്ണ. ഈ ഒരു ഐറ്റം എന്റെ പൊന്നെ, ചെറുപ്പത്തിലേക്ക് എന്നെ കുളിപ്പിച്ചേക്കുന്നത് ഈ ഒരു എണ്ണയിലാണ്. സ്റ്റിൽ ഞാൻ കുളിക്കുന്നത് ഈ ഒരു എണ്ണയിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു നിങ്ങളോട് ആ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഓർത്തോട്ടെ. ഇതാണ് നാൽപ്പാമരാതി എണ്ണ. ഇത് കോട്ടക്കൽ ആയുർവേദയിലുണ്ട്, അല്ലാത്ത ആയുർവേദയിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. ഇന്ന സ്ഥലത്ത് വാങ്ങണം എന്നൊന്നുമില്ല. ഇതിപ്പോ ഞാൻ വാങ്ങിയിട്ടുള്ളത് വൈദ്യരത്നത്തിന്റെ ആണ് കേട്ടോ. നല്ല ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു തൈക്കാട്ടും മുസദനെ അതിന്റെയാണ് വൈദ്യരത്നത്തിന്റെ നാൽപ്പാമരാതി എണ്ണ. ഈ ഒരു സംഭവം അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു ഓയിലിന്റെ ബേസ് വരുന്നത് നമ്മുടെ സാധാരണ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് വെളിച്ചെണ്ണയിൽ മഞ്ഞള്, ചന്ദനം, മഞ്ചിഷ്ട, നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ സ്കിന്ന് ഇന്ന് തേച്ചിട്ട് നാളെ വെളുക്കുന്ന പരിപാടിയേ അല്ല. ദിസ് ഇസ് നോട്ട് എ വൈറ്റനിങ് ക്രീം. പക്ഷേ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഹെൽത്തി ആക്കാൻ ഒരുപാട് ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സത്യം. ആൻഡ് ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. എന്റെ കൈയും കാലൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. അപ്പൊ ഡ്രൈ സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉള്ള ആളുകളില്ലേ, ചുളിവുകൾ ഒക്കെ ഉള്ള ആളുകളില്ലേ, അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ എഫക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു കുട്ടികൾക്കും യൂസ് ചെയ്യാം. ജനിച്ച് 5 ദിവസം 10 ദിവസം കഴിയുമ്പോഴല്ലേ പിള്ളേരെ കുളിപ്പിക്കുന്നത്. ആ കുളിപ്പിക്കുന്ന സമയം മുതൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും എഫക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് യൂസ് ചെയ്യാം. ഇപ്പോ ഈ അണ്ടർ ആംസിന്റെ ഏരിയാസിലൊക്കെ ഉള്ള ഡാർക്ക്നെസ്, പിന്നെ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയാസിലുള്ള ഡാർക്ക്നെസ്, പിന്നെ നമ്മുടെ ഈ ബ്രസ്റ്റിന് താഴെ, അതായത് ഓവർ ബ്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്രസ്റ്റിന് താഴെ ഇങ്ങനെ മടക്ക് വരൂലേ, അപ്പൊ ഒരു ബ്ലാക്ക് കളർ വരൂലേ, ഇതിനൊക്കെ നല്ല അടിപൊളി എഫക്റ്റിംഗ് തരുന്ന ഒരു ഐറ്റം ആണിത്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെ കുറിച്ച് അറിയാം. കാരണം ഇപ്പൊ പ്രസവിച്ച് കിടന്ന ആളുകളാണെങ്കിൽ പിള്ളേരെ കുളിപ്പിക്കുമ്പോൾ അമ്മമാരെയും ഇതിട്ട് കുളിപ്പിക്കാറുണ്ട്, അല്ലാത്ത നോർമൽ ആളുകൾ കുളിക്കാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഈ കല്യാണം ആവുന്ന സമയത്ത് ബോഡിയൊക്കെ ഒന്ന് കെയർ ചെയ്യുന്ന ആളുകൾ അവർക്കിത് യൂസ് ചെയ്യാം. ഞാനിത് എന്റെ ലൈഫ് സ്റ്റൈലിൽ ഞാനിത് യൂസ് ചെയ്യുന്നത് വീക്ക്ലി വൺസ് ആണ്.
ഫോർ ബോഡി വീക്ക്ലി വൺസ് ആണ്. ഫോർ ഫേസ് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ തേക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കല്യാണമൊക്കെ അടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബോഡിയൊക്കെ കെയർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പീട്ടി പൊടി യൂസ് ചെയ്യാം, അതുപോലെ നാച്ചുറൽ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു നാൽപ്പാമരാതി ഐറ്റം കൂടി യൂസ് ചെയ്യാം. പിന്നെ ഇത് മഞ്ഞളിൽ ചേരുന്നോണ്ട് തന്നെ ഇതിന്റെ ഒരു ടിന്റ് നമ്മുടെ മുഖത്തുണ്ടാവും. പേടിക്കണ്ട, ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ച് തന്നിട്ടേ പോകുന്നുള്ളൂ. എല്ലാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന്റെ മഞ്ഞളിന്റെ ടിന്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ മറ്റേ പയറ് പൊടിയോ അല്ലെങ്കിൽ അല്ലാത്ത പൊടിയോ ഒന്നും നമുക്ക് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാനുണ്ടാവില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ബേബി സോപ്പാണ്. ബേബി സോപ്പ് വെച്ചിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തതിനു ശേഷം ബേബി സോപ്പ് വെച്ചിട്ട് കഴുകിക്കളയും. നിങ്ങളുടെ സ്കിന്നിൽ എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്ന് അറിയില്ല, എനിക്ക് എന്തായാലും ഇത് നല്ല വർക്ക്ഔട്ട് ആണ്. അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ എന്റെ കാർക്കും തിലക്കൊന്ന് കെട്ടി വെക്കട്ടെ. ഓക്കെ, ചില ആളുകൾക്ക് സ്കിന്നിലൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാവും. കുരു വന്ന് പൊട്ടിയ പാട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ. പിന്നെ പാദസരം, മാലയൊക്കെ ഇടുമ്പോ ചില ആളുകൾക്ക് സ്വർണ്ണമാല മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഗോൾഡ് കിട്ടിയതിനാൽ ഇവിടെ കറുത്ത വരും, ചൊറിഞ്ഞു പൊട്ടും. അതിനൊക്കെ ഈ ഒരു ഓയിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചില ആളുകൾക്ക് മുഖത്തൊക്കെ നിറച്ചും രോമമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. രോമമൊക്കെ കുറയാൻ ഒരുപാട് ഹെൽപ്പ് ആവും. ഞാൻ പറഞ്ഞ പോലെ മെയിൻ പാർട്ട് നമുക്ക് ബോഡിക്കും ഫേസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിപ്പോ കുട്ടികൾക്കും ആമ്പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം. ആമ്പിള്ളേർക്ക് രോമത്തിന് ഇഷ്യൂ ഉണ്ട്, അതായത് നിങ്ങൾക്ക് താടിയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യല് കുറച്ചാട്ടോ. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്ലൈ ചെയ്ത് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒറ്റ ദിവസം കൊണ്ട് വെളുക്കുന്ന ഒരു സംഭവമല്ല. നിങ്ങളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ എഫക്റ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഞാൻ കുറച്ച് എന്റെ കയ്യിൽ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ വേറെ ഡെപ്തി ഒന്നും എടുത്ത് നശിപ്പിക്കുന്നില്ല. നല്ല മഞ്ഞളുടെ സ്മെല്ലാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിന്റെ കളർ വരുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഫേസിൽ വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഓയിൽ ഇട്ട് മസാജ് ചെയ്യാറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഫേസ് യോഗാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. വീക്ക്ലി വൺസ് ഒക്കെ ഈ ഒരു ഓയിൽ ഇട്ട് കുളിക്കുന്നത്, ഫുൾ ബോഡി കുളിക്കുന്നത് ഭയങ്കര എഫക്റ്റിംഗ് ആണേ. പിള്ളേർക്കൊക്കെ കണ്ടിട്ടില്ലേ അമ്മമാര് തേച്ചിട്ട് ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യുന്നത്? ആ ഒരു ഓയിലാണത്. പിള്ളേർക്ക് മാത്രമല്ല, അമ്മമാർക്കും പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ എന്റെ എൽബോസിന്റെ ഏരിയാസിലൊക്കെ അത്യാവശ്യം ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കഴുത്തിന്റെ അവിടെയുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറാൻ കഴുത്തിന്റെ അവിടെ യൂസ് ചെയ്യാം. എനിക്ക് അണ്ടർ ആം പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല. നിങ്ങൾക്ക് അണ്ടർ ആംസിന്റെ ഏരിയ, കക്ഷത്തിന്റെ ഏരിയാസിലൊക്കെ കറുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും യൂസ് ചെയ്യാം. ഇന്റിമേറ്റ് ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാം. അതായത് അവിടെ കറുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടം എന്റെ കാലിലാണ്. കാരണം എന്റെ കാലിലാണ് കൂടുതലും ഡ്രൈനെസ് ഉള്ളത്. കാലിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നാൽപ്പാമരാതിന്ന് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താല് റിവ്യൂസ് കാണാൻ പറ്റും. ഞാൻ എന്റെ കാലിലും കയ്യിലും ഒക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഞാൻ വീക്കിലി ചെയ്യുമ്പോൾ ടോയ്ലറ്റ് ചെയ്യുന്നിട്ട് ഫുൾ ബോഡി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റൂമിൽ നിന്നിട്ട് ഡോർ അടച്ചിട്ട് ഫുൾ ബോഡി ചെയ്യാറുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫേഷ്യൽ മസാജ് ഒക്കെ ചെയ്യാം. ഒരു 10 മിനിറ്റ് ആണ് ഞാൻ വെക്കുന്നത്. ബ്രൈഡ് ആവാൻ പോകുന്ന ആളുകളില്ലേ, കല്യാണം പെട്ടെന്ന് നടക്കുന്ന ആളുകൾ, അവർക്കൊക്കെ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ അബ്സോർബ് ആവട്ടെ. കാരണം അവർ ആ സമയത്തല്ലേ യൂസ് ചെയ്യുള്ളൂ, പിന്നെ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഫേസിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇത് 200 ml ബോട്ടിലാണ്. 200 ml ബോട്ടിലിന്റെ റേറ്റ് വരുന്നത് 160 റുപ്പീസ് മാത്രമാണ്. കണ്ടോ, ഭയങ്കര അഫോർഡബിൾ ആണ് ആൻഡ് ഓൾസോ ഗുഡ് ആണ്. എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്റെ നെക്കിന്റെ ബാക്ക് ആണ്. നമ്മൾ കാണുന്നില്ലല്ലോ. മെയിനായിട്ട് ഞാൻ കുറെ ഫാൻസി മാലകളൊക്കെ ഇടുന്നതിന്റെയാണ്. അപ്പൊ അതൊക്കെ എനിക്ക് മാറിയത് ഈ ഒരു എണ്ണ തേച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു മഞ്ഞ ടിന്റ് കാണുന്നത് അവിടെ തന്നെ ഉണ്ടാവും കഴുകിയാലും. അതുകൊണ്ടാണ്
സോപ്പല്ലട്ടാ. അതുകൊണ്ടാണ് നിങ്ങൾ ബാത്തിങ് പൗഡേഴ്സ് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അതായത് പയറുപൊടിയോ ചന്ദനപ്പൊടിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ബേബി സോപ്പാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ബേബീസിനൊക്കെ കുളിപ്പിക്കുമ്പോൾ ബേബി സോപ്പ് യൂസ് ചെയ്യൂലേ, അവർക്ക് ഈ ബാത്തിങ് പൗഡർ ഒന്നും ഇടാറില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ബേബി സോപ്പ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓയിലിന്റെ കൂടെ എന്ത് ഓയിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. കുങ്കുമാതി ഉണ്ട്, കുറെ ഉണ്ട് ഇപ്പൊ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിട്ടെനിക്ക് നല്ല എഫക്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തിന് വേറെ ഒന്നും മിക്സ് ചെയ്യണ്ട, ഇത് മാത്രം മതി എന്ന് വിചാരിച്ചു. 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഏകദേശം സ്കിന്നിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ അത്യാവശ്യം കാലിലും കയ്യിലൊക്കെ തേച്ചിട്ടുണ്ട്, തൊടയിലൊക്കെ തേച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്ട്സ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. ആക്ച്വലി എന്റെ ഫേസിൽ ആ ഒരു മഞ്ഞപ്പൊന്നും കാണുന്നില്ല. എന്റെ കയ്യിൽ മേ ബി കുറച്ച് കാണുമായിരിക്കും, പക്ഷെ എന്റെ ഫേസിലൊന്നും കാണുന്നില്ല. കാരണം ഞാൻ ബേബി സോപ്പിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ആക്ച്വലി സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ അപ്പ് ആയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരുന്ന ഒരു സംഭവമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ എഫക്ട് മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഇതെന്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. കാരണം ഞാൻ എന്റെ ബാത്തിങ് റൂട്ടീനിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കോഫി മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ബോഡി സ്ക്രബ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളിയാണ്. കാരണം ഇത് യൂസ് ചെയ്തതിനു ശേഷം സ്കിൻ ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ, എന്റെ കാലിലൊക്കെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടായിരുന്നു, മുരി പോലെ ചെറുതായിട്ടൊക്കെ തണുപ്പത്ത് നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റുന്ന ഒരു കിടിലൻ ഐറ്റം ആണിത്. പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല, കാരണം അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 150 രൂപ മാത്രമേ ഈ പ്രൊഡക്റ്റിനുള്ളൂ. അപ്പോൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്തായാലും പോയി എന്റെ മുടിയൊക്കെ ഉണക്കട്ടെ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. നിങ്ങളൊരു അമ്മയാണ്, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്കും ഇത് യൂസ് ചെയ്യാം. ഭയങ്കര എഫക്റ്റിംഗ് ആണ് കേട്ടോ. ഇത് കുറച്ചു നേരം സ്കിന്നിൽ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പയറുപൊടി, ബാത്തിങ് പൗഡർ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബേബി സോപ്പ് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം ബേബി സോപ്പ് എനിക്ക് ഓക്കെയാണ്, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് എന്റെ ബോഡിയിലൊക്കെ നല്ല ചേഞ്ചസ് തന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് നിയർ ബൈ എവിടെയാണ് കോട്ടക്കൽ ആയുർവേദ അല്ലെങ്കിൽ എവിടെയാണ് ആയുർവേദ ഷോപ്പ് ഉള്ളത്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് വാങ്ങാവുന്നതാണ്. ബ്രാൻഡ് നോക്കണ്ട, നാൽപ്പാമരാതി തൈലം അല്ലെങ്കിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ബ്രൈറ്റനിങ് ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ചിലത് ചുരുക്കിയിട്ടാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും, ട്രസ്റ്റ് മീ ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വിശ്വസിക്കുന്നു. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.